ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമായി മാറുന്നത് ഇസ്രയേലിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആണവായുധ രാഷ്ട്രമായി മാറുന്നതിനെ ഇസ്രായേൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരായിട്ട് തിരിയുമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം അവിടെയാണ് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്. അത് അമേരിക്കയുടെ തന്നെ ആണവായുധമാകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ഇസ്രായേൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. പാകിസ്ഥാനിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യവും അവരുടെ ആണവായുധത്തിന് മേലുള്ള അമേരിക്കയുടെ സ്വാധീനവും ഒക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഒരുപക്ഷേ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആ ഒരു ഭീഷണി ഉണ്ടാവുന്നില്ല. ഇറാന്റെ കൈവശം ആണവായുധം കിട്ടിയാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു നല്ല ടേംസിലൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലിന് വലിയ ആശങ്ക ഉണ്ടാക്കും. കൂടുതൽ രാജ്യങ്ങൾക്ക് ഇറാൻ ആ ടെക്നോളജി കൈമാറുമോ എന്ന ഭീതിയുണ്ട്. മാത്രമല്ല പ്രോക്സി യുദ്ധം നടത്തുന്ന ഇറാൻ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് പോലും ഇത് നൽകുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആണവായുധം കണ്ടെത്താൻ പാടില്ല എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ടാണ് ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവായുധ വികസന ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമിച്ചിരിക്കുന്നത്, ആണവ സയന്റിസ്റ്റുകളെ അടക്കം വധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ അത് സംഭവിക്കുന്നുണ്ട്. ഇറാൻ ഒരു മുഴുവൻ യുദ്ധം എന്ന നിലയ്ക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുകയാണ്. 100ഓളം ഡ്രോണുകളെ ഇറാൻ അങ്ങോട്ട് അയച്ചു. അതിനെല്ലാം തടഞ്ഞു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഇസ്രായേൽ വീണ്ടും ഇറാനിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്ന് വാർത്തകൾ വരുന്നു. ഈ സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും ഇവർ തമ്മിൽ ഒരു മുഴുവൻ യുദ്ധം ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ അതിൽ എന്താണ് സംഭവിക്കുക എന്നും നമുക്ക് ഇവിടെ പരിശോധിക്കാം. ആദ്യം ഇസ്രായേലിനെ കുറിച്ച് നോക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർഫോഴ്സ് ആണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കൻ നിർമ്മിത F-35 അടക്കമുള്ള അത്യാധുനികമായ യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. F-35 എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ് ആണ്. ഏതൊക്കെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമ്മയെ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത്യാധുനികമായ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇസ്രായേലിന്റെ കൈവശം 39ഓളം F-35 ലൈറ്റ്നിംഗ് 2 ഉണ്ട്. 5ാം തലമുറ യുദ്ധവിമാനമായതുകൊണ്ട് ഇറാന്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ കാണാൻ പോലും പറ്റണമെന്നില്ല, കണ്ടെത്താൻ കഴിയണമെന്നില്ല. സോ ഇറാനിൽ വലിയ ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഇതിലൂടെ തന്നെ സാധിക്കും. ബോയിങ് F-15 ഈഗിൾ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് 52 വരെ കൈവശമുണ്ട്. അതുപോലെ ബോയിങ്ങിന്റെ തന്നെ F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്. സ്ട്രൈക്ക് ഫൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. 25 ഇതുണ്ട്. ഇത് കൂടാതെ F-16 നിരവധി എണ്ണമുണ്ട്. ചില കണക്കുകൾ പറയുന്നത് അനുസരിച്ച് 200-ൽ കൂടുതലുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കുറഞ്ഞത് 174 എണ്ണമെങ്കിലും ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ചില സോഴ്സുകൾ പറയുന്നത് 45 F-35 ഉണ്ടെന്നാണ്. അപ്പോൾ ഇസ്രായേലിന്റെ കൈവശം ഇരിക്കുന്ന എയർക്രാഫ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് വെടിക്കെട്ട് ഐറ്റങ്ങളാണ്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ആണ് ഇസ്രായേലിന്റെ. നമ്മൾ ഈ സമയത്ത് ഈ ഇറാന്റെ എയർഫോഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 300 എയർക്രാഫ്റ്റുകൾ അവർക്കുണ്ടെങ്കിലും പകുതിയും പഴക്കം ചെയ്യുന്ന എയർക്രാഫ്റ്റുകളാണ്. വളരെ പഴയത് സോവിയറ്റ് കാലഘട്ടത്തിൽ കിട്ടിയതും പിന്നെ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്ന സമയത്ത് വാങ്ങിയ എയർക്രാഫ്റ്റുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ നമുക്ക് ഇസ്രായേലിന്റെ മുമ്പിൽ ഒന്നും അല്ല എന്ന് തോന്നും. എന്നാൽ ഇറാന്റെ കൈവശം ഒരുപാട് ഡ്രോണുകളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, റോക്കറ്റുകളുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ കഴിയും. ഒരു പരിധിവരെ അതിനെ തടയാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൽ ഉണ്ടെങ്കിലും കാര്യമായ പരിക്കുണ്ടാക്കാനുള്ള ഒരു സൈനിക ശക്തി ഇറാന്റെ കൈവശമുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു കരയുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ കരയുദ്ധത്തിന്റെ സാധ്യതകളെ അവിടെ വരുന്നില്ല. ഏറ്റവും വലിയ യുദ്ധം ആകാശ യുദ്ധം തന്നെയായിരിക്കും. ഇസ്രായേൽ എയർക്രാഫ്റ്റുകളും ഈ ഇറാൻ എയർക്രാഫ്റ്റുകളും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങളായിരിക്കും ഈ യുദ്ധത്തിൽ ഉണ്ടാവുക. ആ യുദ്ധത്തിൽ വലിയ മേൽക്കൈ ഇസ്രായേലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 48ഓളം AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇവരുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അത്യാധുനികമായ ആത്മഹത്യാ ഡ്രോൺ അടക്കമുള്ള ഡ്രോണുകളും ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇനി ഇസ്രായേലിന്റെ നേവി നോക്കിക്കഴിഞ്ഞാൽ 5 സബ്മറൈൻസ് അവരുടെ കയ്യിലുണ്ട്, ഡോൾഫിൻ ക്ലാസ് ആണ്. 7 കോർവെറ്റുകളും 45 പെട്രോൾ വെസൽസും അവരുടെ കയ്യിലുണ്ട്. ഇറാന്റെ കയ്യിലും നിരവധി മുങ്ങിക്കപ്പലുകളുണ്ട്, കൃത്യമായ എണ്ണം നമുക്കറിയില്ല. 7 ഫ്രിഗേറ്റുകളും 3 കോർവെറ്റുകളും ഇറാന്റെ കയ്യിലുണ്ട്. ഡസൻ കണക്കിന് പെട്രോൾ വെസൽസും ഉണ്ട്. പക്ഷെ പലതും കുറച്ച് പഴക്കം ചെന്നവയാണ്. പുതിയതായിട്ടുള്ളവയും ഉണ്ട്. ബട്ട് നമുക്കറിയാവുന്ന പോലെ ഇസ്രായേലിന്റെ ടെക്നോളജിയുടെ പുറകിൽ അമേരിക്കയും കൂടി ഉണ്ട്. സോ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും ടെക്നോളജികളും ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും USും അവരുടെ സിസ്റ്റവും ഇസ്രായേലിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ചൈനയിൽ നിന്ന് ഇറാൻ കുറെ മിസൈലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മിസൈലുകളുടെ അവസ്ഥ പാകിസ്ഥാൻ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ കണ്ടതാണ്. ഒന്നും വേണ്ടത്ര നമുക്ക് പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റംസിനൊക്കെ അത് എളുപ്പത്തിൽ തകർക്കാൻ കഴിഞ്ഞേക്കും. അത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള മിസൈലുകളുണ്ട്. ആ മിസൈലുകളുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി കാണേണ്ടതാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അവയുടെ പ്രകടനവും നമുക്ക് കണ്ടു മാത്രം വിലയിരുത്താൻ കഴിയുന്നതാണ്. നോർത്ത് കൊറിയയുമായിട്ട് ചേർന്നുകൊണ്ട് ഇറാൻ ചില മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പ്രകടനവും നമ്മൾ ഇനി വേണം കാണാൻ. ഇറാന്റെ കൈവശം ഒരുപാട് മിസൈലുകളൊക്കെ ഉണ്ടെങ്കിലും എത്രത്തോളം അത് മികച്ചതാണെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ യുദ്ധം ഉണ്ടായാൽ മാത്രമേ അറിയാൻ കഴിയൂ. കാരണം ഇറാൻ ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. ഇവരുടെ കൈവശമുള്ള ഡ്രോണുകൾ കുറെയൊക്കെ മികച്ചതാണെന്ന വിലയിരുത്തലുകളുണ്ട്. അവരുടെയും പ്രകടനമൊക്കെ നമുക്ക് വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തി നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറാനേക്കാൾ പല മടങ്ങ് പവർഫുൾ ആണ് ഇസ്രായേൽ എന്ന് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മോഡേൺ യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ ഇസ്രായേലിന് അമേരിക്കയുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇറാന്റെ കേസിൽ ഇറാൻ ആര് സപ്പോർട്ട് ചെയ്യും? റഷ്യ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് എത്രത്തോളം അവർക്ക് കഴിയും? ഓൾറെഡി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ ഉത്തര കൊറിയയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഓൾറെഡി അവർ റഷ്യ സപ്പോർട്ട് ചെയ്യാണ്. ചൈന സപ്പോർട്ട് ചെയ്യുമോ? അത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസരത്തിൽ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിച്ച് മേഖലയിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇസ്രായേൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ്. അതേസമയത്ത് ഇറാൻ നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണറാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ്. ഈ യുദ്ധം നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.